ജാതിയും മതവും നോക്കാതെ പരസ്പരം സ്നേഹിച്ചവർ, പിന്നീട് വിവാഹം കഴിക്കാനായി അഭയം തേടി കേരളത്തിലേക്ക് എത്തിയവർ. മധ്യപ്രദേശ് സ്വദേശിനി മൊണാലിസയുടെയും ഉത്തർപ്രദേശ് സ്വദേശി ഫർമാൻ ഖാന്റെയും വിവാഹം കേരളത്തിലെയും അതോടൊപ്പം തന്നെ ദേശീയതലത്തിലെയും മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇരുവരുടെയും ലവ് ജിഹാദ് പ്രണയമാണ്, പ്രണയക്കെണിയിലൂടെ മൊണാലിസയെ ചതിയിൽപ്പെടുത്തിയതാണെന്ന രീതിയിലായിരുന്നു ചില ചർച്ചകൾ ഉൾപ്പെടെ ചില ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നത്. എന്നാൽ അതിനുശേഷം, ഈ വിവാഹത്തിന് ശേഷം മൊണാലിസയും ഫർമാൻ ഖാനും വിശദീകരണവുമായി രംഗത്തെത്തുന്നു. താൻ സ്വമേധയാ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്, 18 വയസ്സ് പൂർത്തിയായതാണ്, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഫർമാൻ ഖാനെ വിവാഹം കഴിച്ചതെന്ന്, ലവ് ജിഹാദ് അല്ലെന്നുമായിരുന്നു മൊണാലിസയുടെ വിശദീകരണം. അങ്ങനെ ആ വിവാദം കെട്ടടങ്ങിയെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇപ്പോൾ പുതിയ ആരോപണവുമായി മൊണാലിസയുടെ മാതാപിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. മൈനറായ മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് മൊണാലിസയുടെ മാതാപിതാക്കൾ മധ്യപ്രദേശിലെ മണ്ഡലേശ്വർ DSPക്ക് പരാതി നൽകിയിരിക്കുന്നത്. 2026 മാർച്ചിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ ഫർമാൻ ഖാൻ എന്നയാൾ മകളെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. മകൾ വിവാഹം അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ്. മകളെ ലവ് ജിഹാദിന്റെ കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജുവും തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനും ചേരുന്നു. ആദ്യം അജയിലേക്കാണ്. അജയ്, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം, ഈ മൊണാലിസയുടെയും ഫർമാൻ ഖാന്റെയും പ്രണയവിവാഹം ചർച്ച ചെയ്തതാണ്. പല രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മൊണാലിസയും ഫർമാൻ ഖാനും എല്ലാ ആരോപണങ്ങളും തള്ളുന്നു. തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചവരാണ്, പ്രായപൂർത്തിയായി എന്നൊക്കെ അതിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കിക്കൊണ്ടായിരുന്നു ഇരുവരും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. അങ്ങനെ ആ വിവാദം കെട്ടടങ്ങിയെന്ന് നമ്മൾ കരുതിയതാണ്, നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ മൊണാലിസയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. എന്താണ് പരാതിയിൽ പറയുന്നത്? പ്രത്യേകിച്ച് ഇതൊരു മൈനറായിട്ടുള്ള മകളെയാണ് വിവാഹം കഴിച്ചതെന്ന് പറയുന്നു. പക്ഷേ മൊണാലിസ പറയുന്നത് ഈ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി തനിക്ക് 18 വയസ്സ് പൂർത്തിയായതാണെന്ന്. അങ്ങനെയെങ്കിൽ ആരാണ് ഇവിടെ കള്ളം പറയുന്നതെന്ന് പരിശോധിക്കണം. മാത്രമല്ല, എന്താണ് കുടുംബം പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്? വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊണാലിസയുടെ പിതാവായിട്ടുള്ള ജയ്സിംഗ് ഭോസ്ലെ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. മധ്യപ്രദേശിലുള്ള മണ്ഡലേശ്വർ DSPക്കാണ് നിലവിൽ ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരമുള്ളത്. ഈ പരാതിയുടെ പകർപ്പും അതിൻ്റെ വിശദമായിട്ടുള്ള കോപ്പി, മറ്റു വിവരങ്ങളെല്ലാം നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് തൻ്റെ മകളെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കേരളത്തിൽ എത്തിയ സമയത്ത് തട്ടിക്കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം ചെയ്യുകയായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് ഫർമാൻ ഖാൻ എന്നാണ് പിതാവ് ഈ പറയുന്ന പരാതിയിൽ ആരോപിക്കുന്നത്. മാത്രമല്ല, മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഒരു കാര്യം അതും കൂടി ഈ പരാതിയിൽ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇത് മൊണാലിസ തൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റിലുള്ള ജനന തീയതി ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പുതുതായി സമർപ്പിച്ച പരാതിയിലും ഈ ജയ്സിംഗ് ഭോസ്ലെ ഈ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് വീണ്ടും എടുത്തു പറയുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ തന്നെ മകളുടെ ജീവനും അതുപോലെ ജീവിതത്തിനും ഭീഷണിയുണ്ട്. മാതാപിതാക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തൻ്റെ മകൾ ഒന്നും തന്നെ ചെയ്യില്ല. എന്നാൽ ഇത് തൻ്റെ മകളെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. മകളുടെ ഭാവിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കരിയർ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിസന്ധിയിലാണ് എന്നാണ് നിലവിൽ ഈ പരാതിയിൽ ഈ ജയ്സിംഗ് ഭോസ്ലെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. നിലവിൽ ഈ DSPക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടുള്ളതായി നിലവിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കേരളത്തിലെ അരുമാനൂർ നയനാർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഈ വിവാഹം അത് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കുംഭമേള സമയത്ത് മാല വിൽക്കാനായി എത്തിയതായിരുന്നു മൊണാലിസ എന്ന ഈ പെൺകുട്ടി. ആ സമയത്ത് പല ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി. അതിനെ തുടർന്നാണ് ദേശീയ തലത്തിൽ ഇത്രയധികം പ്രശസ്തി ഈ കുട്ടി നേടിയത്. അതിനുശേഷമാണ്
നിരവധി ചലച്ചിത്രങ്ങളിലേക്ക് ഉൾപ്പെടെ ഓഫറുകൾ മൊണാലിസയെ തേടിയെത്തിയത്. ഈ മൊണാലിസ അഭിനയിച്ചു കൊണ്ടിരുന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തെയാണ് ഈ പറയുന്ന മുഹമ്മദ് ഫർമാൻ അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ആ സിനിമയുടെ ചിത്രീകരണ സമയത്ത് വെച്ച് കേരളത്തിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നത്. പ്രണയത്തിലായതിനെ തുടർന്ന് ഇവർ തമ്മിലുള്ള ഒരു സോഷ്യൽ മീഡിയ ബന്ധം അത് വീട്ടിൽ അറിയുകയായിരുന്നു. വീട്ടിൽ അറിഞ്ഞതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ മൊണാലിസയുടെ വീട്ടുകാർ വിവാഹത്തെ ശക്തമായി തന്നെ എതിർത്തു. അതിനുശേഷമാണ് ഇവർ കേരളത്തിൽ വെച്ച് സിനിമാ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് എത്തി പോലീസിനോട് ഒരു ഇക്കാര്യം പരാതിയായി തന്നെ പോലീസിനോട് പറഞ്ഞത്. അതിനുശേഷം പോലീസിൻ്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് നിലവിൽ ഈ അരുമാനൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടന്നത്. വിവാഹ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചതാണ്. ഇതിൽ ലവ് ജിഹാദ് ഒന്നും തന്നെ നടന്നിട്ടില്ല. ഈ ഹിന്ദു ആചാരപ്രകാരമാണ് വിവാഹം കഴിച്ചത്, താൻ മതം മാറിയിട്ടില്ല എന്നുൾപ്പെടെ മൊണാലിസ എടുത്തു പറഞ്ഞു. എന്നാൽ ഈ പിതാവ് ഈ പറയുന്ന വിവാഹത്തെ പൂർണ്ണമായും എതിർക്കുകയായിരുന്നു. അദ്ദേഹം തുടർന്ന് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ യാദവിന്റെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് അപേക്ഷയടക്കം സമർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതുതായി അടുത്ത പരാതി അദ്ദേഹം ഈ മണ്ഡലേശ്വർ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചിരിക്കുന്നത്. യെസ് അജയ്, കഴിഞ്ഞ ദിവസമാണ് ഈ ഫർമാൻ ഖാന്റെ പിതാവും ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഇത്തരം മതവിഭാഗത്തിൽപ്പെട്ട മകളെ അംഗീകരിക്കാൻ അവർക്കും ബുദ്ധിമുട്ടുണ്ട്, അതായത് ഈ ഭർത്താവിൻ്റെ കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ്, ചില ആക്ഷേപങ്ങളാണ് ഫർമാൻ ഖാന്റെ കുടുംബവും ഉന്നയിക്കുന്നത്. അതായത് രണ്ട് വീട്ടുകാർക്കും എതിർപ്പുണ്ട്, ഈ വിവാഹത്തിൽ എതിർപ്പുണ്ട്. ഈ വിവാഹത്തിന് ശേഷം ഇവർ എവിടെയാണെന്ന് അറിയണം. കാരണം ഇനി കേരളത്തിൽ അവർക്ക് അഭയം വേണം. കേരളം ഈ മതേതര ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തുടരാൻ തങ്ങളെ അനുവദിക്കണമെന്ന രീതിയിലായിരുന്നു മൊണാലിസയും ഫർമാൻ ഖാനും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പക്ഷേ അതിനിടെ മൊണാലിസയുടെ പിതാവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. മകൾ ഈ ലവ് ജിഹാദിൻ്റെ ഇരയാണ്, മകളെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്നൊക്കെ. അങ്ങനെ മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അത്തരം ഇടപെടലുകൾ ഉണ്ടാകുമോ? അതോടൊപ്പം പോലീസ് ഈ വിഷയത്തിൽ, ഈ പരാതിയിന്മേൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? പിതാവിന്റെ പരാതിയിൽ ഔദ്യോഗികമായി എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ പോലീസ് സ്വീകരിച്ചോ അല്ലെങ്കിൽ മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടായതായിട്ട് നമുക്ക് ഔദ്യോഗികമായി വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ നിലവിൽ ഈ മണ്ഡലേശ്വർ DSPക്ക് പരാതി നൽകിയ സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ അന്വേഷണവും അതുപോലെ തന്നെ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുന്ന നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന മുഹമ്മദ് ഫർമാന്റെ പിതാവായിട്ടുള്ള ജാഫർ അലി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. അദ്ദേഹവും പറഞ്ഞത് തങ്ങളുടെ മകൻ ഇത്തരത്തിൽ വിവാഹം ചെയ്യാൻ പോകുന്നതായി തങ്ങൾക്ക് അറിവില്ല. ഈ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഇടയ്ക്കിടെ മാത്രമായിരുന്നു മകൻ സന്ദർശിച്ചിരുന്നത്, കൂടുതലും പുറത്തായിരുന്നു. ഇത്തരമൊരു വിവാഹം അത് ഒരിക്കലും കുടുംബം അംഗീകരിക്കില്ല. ഈ പറയുന്ന ഇതര മതസ്ഥയായ പെൺകുട്ടിയെ ഒരിക്കലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മുസ്ലിം ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ഈ ജാഫർ അലി പ്രതികരിച്ചത്. ഈ പറയുന്ന ഈ മുഹമ്മദ് ഫർമാന്റെ പിതാവാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ പിന്നാലെ വിവാഹത്തെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞത്. നിലവിൽ ഈ രണ്ടുപേരും കേരളത്തിൽ തന്നെ തുടരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇവർ പോലീസിന്റെ സംരക്ഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് മധ്യപ്രദേശ് സർക്കാരിനും അതുപോലെ തന്നെ പോലീസിനും ഉൾപ്പെടെ നിലവിൽ പരാതി നൽകി കഴിഞ്ഞു. ഈ മകളെ ലവ് ജിഹാദിൽ കുടുക്കി എന്നതാണ് ഈ പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ നിരവധി രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ തന്നെ ചിലർ സാമൂഹികമായി ഇപ്പോൾ ഉന്നതിയിലുള്ള ആളുകളടക്കം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സുപ്രീം കോടതി അഭിഭാഷകയും അതുപോലെ തന്നെ BJP നേതാവുമായിട്ടുള്ള നാസിയ ഇലാഹി ഖാൻ. അവർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വിവാഹം അത് ഹിന്ദു
ഈ ഹിന്ദു മതത്തെ അധിക്ഷേപിക്കുന്ന ഒന്നായിരുന്നു ഈ പറയുന്ന വിവാഹം. ഇതിന് തെളിവായി അവർ ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മുഹമ്മദ് ഫർമാൻ അയാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഉൾപ്പെടെ പറഞ്ഞത് അദ്ദേഹം ഈ മുസ്ലിം മതം പിന്തുടരുന്ന ഒരാളാണ്, മുസ്ലിം മതാചാര പ്രകാരം ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. എന്നാൽ ആ ഒരു വസ്തുത നിലനിൽക്കെ ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്തുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, ഇത് ഹിന്ദു മതത്തെ അവഹേളിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ സുപ്രീം കോടതി അഭിഭാഷകയടക്കം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രപതി ഉൾപ്പെടെ ഇടപെടണം എന്നാണ് ഇവർ ആവശ്യം ഉന്നയിച്ചത്. നാസിയ ഇലാഹി ഖാനാണ് ഇത്തരമൊരു ആവശ്യം പറഞ്ഞത്. ഇവരൊരു BJP നേതാവ് കൂടിയാണ്. അപ്പോൾ ഇത്തരം പല പ്രതികരണങ്ങൾ പലരുടെയും ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ടും അപ്പോഴാണ് ഈ ജയ്സിംഗ് ഭോസ്ലെ ഈ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പുതിയ നീക്കം എന്ന് പറയുന്നത്. എന്തായാലും ഈ പരാതിയിൽ മധ്യപ്രദേശ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാകും. ഇരുവരുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക. വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി മധ്യപ്രദേശ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടി എന്താണെന്ന് കൂടി അറിയണം. മാത്രമല്ല ഈ വിഷയം വലിയ ദേശീയ തലത്തിലടക്കം വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നതുകൂടി അറിയേണ്ടതാണ്. കാരണം BJP ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. മൊണാലിസയുടെ വിവാഹത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നേരത്തെ BJP നേതാവും സുപ്രീം കോടതി അഭിഭാഷകയുമായ നാസിയ ഇലാഹി ഖാൻ രംഗത്തെത്തിയത്. കാരണം ഈ വിഷയത്തിൽ ഈ ഒരു വിവാഹത്തിൽ ഹിന്ദു മത ആചാരത്തിന് എതിരായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളടക്കം BJP ഉന്നയിക്കുന്നുണ്ട്, ലവ് ജിഹാദ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മൊണാലിസയും ഭർത്താവും എവിടെയാണെന്ന് കൂടി അറിയണം. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ് അന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ, അതായത് ഈ മൊണാലിസയും ഭർത്താവും അവരുടെ വാർത്താ സമ്മേളനത്തിലടക്കം പങ്കെടുത്താണ്. അവർ വിശദീകരിച്ചെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതാണ്. അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റിൽ മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി, അതായത് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായതായിട്ടുള്ള വിവരങ്ങളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോഴും മൊണാലിസയുടെ പിതാവ് പറയുന്നത് മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, മകളെ ചതിയിൽപ്പെടുത്തിയതാണെന്ന്. യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എന്താണ്? അത്തരമൊരു രേഖകളിലടക്കം വല്ല കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? വ്യാജരേഖയായിരുന്നു അത്? കാരണം ഈ വിവാഹ സർട്ടിഫിക്കറ്റിനൊപ്പം തന്നെ ജനന സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും ഇവർ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഹാജരാക്കിയിരുന്നു. ടോം, ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ലവ് ജിഹാദ് ആരോപണം നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള, അതായത് നമ്മുടെ ഈ ഒരു രേഖകൾ അടക്കം നൽകിക്കൊണ്ടാണ് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാരേജ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെന്തെങ്കിലും കൃത്രിമത്വം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം അടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും അന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് മൊണാലിസയും ഭർത്താവും പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതൊരു ലവ് ജിഹാദോ കാര്യങ്ങളോ മറ്റോ ഒന്നും തന്നെയല്ല. ഈ ഒരു മൊണാലിസയുടെ ആഗ്രഹപ്രകാരമാണ് ഈ ഒരു അമ്പലത്തിൽ വെച്ച് ഈ ഒരു കല്യാണം നടത്തിയത്. അല്ലെങ്കിൽ അതല്ല എങ്കിൽ അതുപോലും ഉപേക്ഷിക്കുമായിരുന്നു. മൊണാലിസയുടെ ആഗ്രഹപ്രകാരമായിരുന്നു അത്. അല്ലാതെ മറ്റ് തരത്തിലൊന്നും തന്നെ ഇതിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു കാര്യവും ഇതിലില്ല. അതെല്ലാം സമ്പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു അവരുടെ പത്രസമ്മേളനം. മാത്രമല്ല ഈ ഒരു അച്ഛൻ പെട്ടെന്നൊരു കല്യാണം, അതായത് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു യുവാവുമായി കല്യാണം ഉറപ്പിച്ചു. അത് നടക്കാൻ 1-2 ദിവസം ബാക്കി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ മൊണാലിസ കാമുകനൊപ്പം ഈ ഒരു കല്യാണം നടത്തുന്നത്. അതിന് തന്നെ പറയുന്ന കാരണം, ഈ ഒരു അച്ഛൻ ഈ ഒരു കല്യാണ ആലോചനയുമായി മുന്നോട്ട് വന്നില്ല എങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് മാത്രമേ കല്യാണത്തെ പറ്റി ചിന്തിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു കല്യാണത്തിലേക്ക് എത്താനടക്കം കാരണമായത് എന്നായിരുന്നു മൊണാലിസയും ഭർത്താവും പ്രതികരിച്ചത്. എന്ത് തന്നെയായാലും ഇതിൽ കൂടുതൽ വിശദീകരണം, അവരുടെ പ്രതികരണമടക്കം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അപ്പോൾ അവരിപ്പോഴും കേരളത്തിൽ തന്നെ തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ ഒരു പരാതി നൽകിയ അടിസ്ഥാനത്തിൽ അതിന്റെ ബാക്കി പത്രമായി അന്വേഷണം അടക്കം കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഏത് രീതിയിലേക്ക് മാറുമെന്നും കൃത്യമായി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തു തന്നെയാലും മൊണാലിസയും ഭർത്താവും ഇപ്പോൾ കേരളത്തിൽ തന്നെ തുടരുകയാണ് കേട്ടോ. വ്യക്തമാണ്. സാരംഗ് സുധാകരൻ, അജയ് സുധാ ബിജുവുമാണ് വിവരങ്ങൾ നൽകിയത്. മൊണാലിസയുടെയും ഫർമാൻ ഖാന്റെയും വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. മകളെ ചതിയിൽപ്പെടുത്തിയതാണ്, പ്രായപൂർത്തിയായിട്ടില്ല.
ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഇടപെടൽ വേണം, മകളെ തിരികെ നാട്ടിലെത്തിക്കണം തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മൊണാലിസയുടെ പിതാവ് മധ്യപ്രദേശ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ ഫർമാൻ ഖാൻ്റെ കുടുംബവും പറയുന്നത് മൊണാലിസ ഇതര മതവിഭാഗത്തിൽപ്പെട്ട മൊണാലിസയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. എന്തായാലും ഈ വിഷയം ദേശീയ തലത്തിൽ ഇനി എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? രാഷ്ട്രീയപരമായും ഇത് വലിയ വിവാദങ്ങൾക്ക്, ചർച്ചകൾക്ക് ഇനി വീണ്ടും വഴിവെക്കുമോ എന്നതാണ് അറിയേണ്ടത്.